നമസ്കാരം, വെൽക്കം ടു റെയിൻടെക് സോഫ്റ്റ്വെയർ ലിമിറ്റഡ്. നമുക്കൊന്നൊരു വാറ്റ് എഡിഷൻ ബില്ലിംഗ് സോഫ്റ്റ്വെയർ പരിചയപ്പെടാം. എങ്ങനെയാണ് ഈ വാറ്റ് എഡിഷൻ ബില്ലിംഗ് സോഫ്റ്റ്വെയർ, എങ്ങനെയാണ് ബാർകോഡിങ്, എങ്ങനെയാണ് ബില്ലിംഗ്, അതിൻ്റെ റിപ്പോർട്ടിംഗ് സിസ്റ്റംസ് എന്തൊക്കെയാണ്, മൊബൈൽ ആൻഡ്രോയിഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റംസ് എന്തൊക്കെയാണ്, ടു സെറ്റ് കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് റെയിൻടെക് വാറ്റ് എഡിഷൻ ബില്ലിംഗ് സോഫ്റ്റ്വെയർ. ഇതിനകത്ത് ഫസ്റ്റ് തിങ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ എടുത്തുകഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ കമ്പനിയുടെ ഇൻഫർമേഷൻസ് ഇതിനകത്ത് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനകത്ത് തന്നെ സെക്യൂരിറ്റി ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നമുക്ക് വേറൊരു ആൾക്കും വന്ന് ഇതിൻ്റെ കമ്പനി ഇൻഫർമേഷൻസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഇതുണ്ടോ, ഇപ്പം ഞാനിപ്പോൾ ജസ്റ്റ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് വിത്ത് ഇൻക്ലൂഡിങ് അറബിക് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തു. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സംഭവമുണ്ട്, അതായത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ കണക്ടിവിറ്റി. അത് ഇവിടെ ഒരു നമ്മൾ ഏതൊരു സിസ്റ്റത്തിലും ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു യൂണിക് കോഡ് ക്രിയേറ്റ് ആവും. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ഈ എനേബിൾ ഓപ്ഷൻ കൊടുത്തിട്ട് ഈ ഒരു കോഡ് നമ്മൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്ത് നമ്മുടെ ഈ സോഫ്റ്റ്വെയർ തന്നെ നമ്മൾ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷനാണ്, കണ്ടില്ലേ, ഈ ഒരു ആപ്ലിക്കേഷനാണ് കാണാൻ സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ടോട്ടൽ സെയിൽസ്, ടോട്ടൽ പർച്ചേസ്, എല്ലാത്തിൻ്റെ ടോട്ടൽ വാല്യൂസ്, റിപ്പോർട്ടിംഗ് സിസ്റ്റം നമ്മൾ ലോകത്തിൽ എവിടെയാണെങ്കിലും കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ സൗദി ആണെന്നിരിക്കട്ടെ. നമ്മളിപ്പോൾ നാട്ടിൽ കേരളത്തിൽ വന്നു, അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും പോയി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി, എവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ള കൃത്യമായ വിവരങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ കണക്ടിവിറ്റി. അപ്പോൾ ഈ ഒരു കോഡ് നമുക്ക് വാട്സാപ്പിൽ കൂടി നമ്മുടെ ഈ ഫോണിലേക്ക് അയച്ചിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ ടോപ്പിൽ ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തിട്ടുണ്ടോ, ഇവിടെ ടോപ്പിൽ നമുക്ക് ഇവിടെ ഈ ഒരു ഗിയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. ഇവിടെ ഇതൊരു പേസ്റ്റ് ചെയ്തോ അതിലൂടെ സേവ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്നത്തെ സെയിൽ ഇപ്പോൾ 2500 കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ, 2500. ബാക്കി എടുക്കുന്ന 0 ആണ്, 2500 കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2500 ഇവിടെ നിന്നാണ് ഈ 2500 വന്നത്. ഇവിടെ തന്നെ നമുക്ക് ഹോം സ്ക്രീനിൽ തന്നെ കാണാൻ സാധിക്കും ഇന്നത്തെ സെയിലിൻ്റെ ടോട്ടൽ 2500 ആണ്. ഇനി നമ്മൾ കുറച്ചധികം സെയിൽസുകൾ ചെയ്യുമ്പോൾ ഈ 2500 എന്നുള്ള ഫിഗർ മാറും. അപ്പോൾ ഇത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനും ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആകണം. അത് നമുക്ക് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റിൽ ഒരു സെയിൽ ചെയ്ത് നോക്കാം. പ്രോഡക്റ്റ് ആഡ് ചെയ്ത് സെയിൽ ചെയ്ത് കാണിക്കേണ്ടതാണ്, പക്ഷേ ഈ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ ആദ്യം ഒന്ന് സെയിൽ ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് ഇപ്പോൾ സെയിൽ എൻട്രി പോവുക. സെയിൽ എൻട്രി എടുക്കാൻ തന്നെ നമുക്ക് ഷോർട്ട് കീ ഉണ്ട്. അതായത് F1 എന്ന് കീബോർഡിൽ F1 കുത്തിക്കഴിഞ്ഞാൽ തന്നെ ഷോർട്ട് കീ ഓപ്പൺ ആവും. ഇവിടെ നമ്മൾ POS എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതായത് B2C സെയിൽസിന് വേണ്ടിയിട്ടാണ്. അതായത് B2C എന്ന് പറയുമ്പോൾ സിംപ്ലിഫൈഡ് ടാക്സ് ഇൻവോയ്സ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഓപ്ഷന് വേണ്ടി പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഐറ്റം ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്തു. ഷാംപൂ എക്സാമ്പിൾ, ഷാംപൂ സെലക്ട് ചെയ്തു, ആഡ് കൊടുത്തു, ആഡ് കൊടുത്തു, സേവ് ആൻഡ് പ്രിന്റ്. ഇതെല്ലാം നമുക്ക് കീബോർഡിൽ തന്നെ ചെയ്യാം കേട്ടോ. നമുക്ക് യാതൊരു കാരണവശാലും മൗസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ സേവ് ആൻഡ് പ്രിന്റ് കൊടുത്തു. ഇത് സേവ് പ്രിന്റ് ഓപ്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിന്റ് പോയി. അപ്പം നമുക്കറിയേണ്ട കാര്യം ഈ ഒരു ഇൻഫർമേഷൻ, ഇപ്പം മുമ്പ് 2500 രൂപയായിരുന്നു ടോട്ടൽ സെയിൽ എമൗണ്ട്, അത് മാറിയോ എന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ അറിയേണ്ടത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 30 രൂപയുടെ കൂടി ഒരു പ്രോഡക്റ്റ് സെയിലായിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ആയി 2530 ആയി. കാരണം ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്ത എമൗണ്ട് 30 റുപ്പീസാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും 30 റുപ്പീസ്, കണ്ടില്ലേ, 30 റുപ്പീസ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഹോം സ്ക്രീനിൽ ചെന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 2530 എന്നുള്ള സംഭവം കണ്ടോ, 2530. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഇൻവോയ്സ് കൂടി കാണിച്ചു കണ്ടില്ലേ, ഈ ഒരു ഇൻവോയ്സും ജസ്റ്റ് നോക്കിക്കോളൂ. ഇത് സിംപ്ലിഫൈഡ് ടാക്സ് ഇൻവോയ്സ് ആണ്. ഇത് ആസ് പെർ സൗദി സക്കാത്ത് ഫത്തൂറ ഓൾ ഇൻകോർപ്പറേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻവോയ്സ് ഫോർമാറ്റാണ്. അവരുടെ അതേ റിക്വയർമെൻറ്റിൽ നമുക്കിതൊന്ന് ജസ്റ്റ് സൗദിയുടെ ഒരു QR കോഡ് തന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് സൗദിയുടെ QR കോഡ് ഇതാണ്, പുതിയ QR കോഡ്. ഇത് വെച്ചൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ ഈ 30 രൂപയും 3.91 എന്നുള്ള ആ ഒരു ഫിഗർ ഇവിടെ നമുക്ക് കിട്ടണം. സ്കാൻ QR കോഡ്, സ്കാൻ. ഞാൻ ലൊക്കേഷൻ സർവീസ് ഡിസേബിൾ ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ടായിരിക്കും. ഓക്കെ, ഇതുണ്ടോ. അപ്പോൾ ഈ 30 എന്നുള്ള ഫിഗർ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ, കറക്റ്റായിട്ട് ആ ഒരു ഇൻഫർമേഷൻ ഇവിടെ റീഡ് ചെയ്യും. നമ്മൾ രണ്ടാമത് സ്കാൻ ചെയ്യുമ്പോൾ സ്കാൻ QR കോഡ് കണ്ടോ, വളരെ ഇൻഫോർമേറ്റീവായിട്ട് പെർഫെക്റ്റ്ലി 3.91 എന്നുള്ള ടാക്സ് എമൗണ്ട് ഉൾപ്പെടെയുള്ള സംഗതികൾ കൃത്യമായിട്ട് നമുക്കത് ഇവിടെ കിട്ടും. അപ്പോൾ അങ്ങനെ
നമുക്ക് വളരെ ഈസി ആയിട്ട് ടാക്സ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു ഫെസിലിറ്റിയാണ് RAINTECH POS ബില്ലിംഗ് സോഫ്റ്റ്വെയർ പ്ലസ് ഇൻക്ലൂഡിങ് നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ കണക്ടിവിറ്റി സിസ്റ്റം. ഈ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ലോകത്തിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ഓൺലി തിങ് ഈസ് ദാറ്റ് ഈ എവിടെയാണ് നമ്മൾ ഈ ഓഫ്ലൈൻ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് അവിടെ നെറ്റ് കണക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലോകത്തിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും ഇത് കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു 10 മണി വരെ നെറ്റ് ഉണ്ടായിരുന്നു രാവിലെ, അതിനുശേഷം നെറ്റ് കട്ടായിപ്പോയി നമ്മുടെ ഈ ഷോപ്പിൽ. ആ 10 മണി വരെയുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ കാണാൻ സാധിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് എപ്പോൾ നെറ്റ് കണക്ട് ആയോ അപ്പോൾ തന്നെ അത് സിങ്ക്രണൈസ് ആയി ഒരു ഡേറ്റാബേസിലേക്ക് സിങ്ക്രണൈസ് ആയിട്ട് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലേക്ക് ഡയറക്റ്റ് വരും. അങ്ങനത്തെ ഒരു ടെക്നോളജിയാണിത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ടെക്നോളജി. ഇനി നമുക്കറിയാനുള്ള പ്രൊഡക്റ്റുകൾ എങ്ങനെ ഈ ബില്ലിംഗ് സോഫ്റ്റ്വെയറിലേക്ക് ആഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് ബാർകോഡ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് അത് ആഡ് ചെയ്ത പ്രൊഡക്റ്റുകൾ എങ്ങനെ ബില്ല് ചെയ്യാം എന്നുള്ള ഓപ്ഷനാണ്. ഈ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാനായിട്ട് 2 ഓപ്ഷനുണ്ട്. ഒന്ന് നമുക്ക് 1 by 1 ആയിട്ട് ആഡ് ചെയ്യാം. നമ്പർ 2 നമുക്ക് എക്സൽ ഷീറ്റിൽ കൂടി ബൾക്കായിട്ട് അപ്ലോഡ് ചെയ്യാം. 1 by 1 ആയിട്ട് എങ്ങനെയാണ് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യണം എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു കളയാം. അതിനുവേണ്ടി ഇവിടെ നമ്മുടെ പ്രൊഡക്റ്റ് ആഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. ആഡ് പ്രൊഡക്റ്റ് കണ്ടില്ലേ? ഇവിടെ നമ്മൾ ആഡ് പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് വരും. ബ്യൂട്ടിഫുൾ ആയിട്ട് ഇൻ്റർഫേസ് ആണ്. ഇവിടെ നമുക്ക് വോയിസ് കമാൻഡിങ് സിസ്റ്റം വരെ ഇട്ടിട്ടുണ്ട്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റൈറ്റ് ചെയ്ത് വരും. അങ്ങനത്തെ ടെക്നോളജി ഇതിനകത്തുണ്ട്. ഞാൻ അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടു കളയുക. അതുകൂടാതെ തന്നെ നമുക്കിവിടെ അറബിക്കിൻ്റെ സെറ്റിങ്സ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ പേര് ഇപ്പോൾ ടൈപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ആപ്പിൾ മൊബൈൽ ഫോൺ. ആപ്പിൾ മൊബൈൽ ഫോൺ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് അറബിക്കിലൂടെ എഴുതി വരും, ആപ്പിൾ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് കാറ്റഗറി ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെ എക്സാമ്പിൾ നമുക്കിവിടെ ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ആപ്പിൾ മൊബൈൽ ഫോൺ എന്നുള്ള നമുക്കിപ്പോൾ ഈ ഒരു സോപ്പിൻ്റെ പേര് ഡോവ് പിങ്ക് സോപ്പ്, ഡോവ് പിങ്ക് സോപ്പ് എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്തു. ഞാനിതിൻ്റെ ബാർകോഡ് ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഫോർ എക്സാമ്പിൾ പർച്ചേസ് ചെയ്ത് 4 റിയാലിനാണ്. ഇതിനകത്ത് പീസസ് ആയിട്ടും ഉണ്ട്. ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു ബോക്സ് ആയിട്ടും പീസസ് ആയിട്ടും വിൽക്കും. അപ്പോൾ അതും ഞാനിതിനകത്ത് കാണിച്ചു തരാം. പർച്ചേസ് ചെയ്ത് 4 റിയാലിനാണ്. MRP ഫോർ എക്സാമ്പിൾ 6 റിയാലാണ്. റീറ്റെയിൽ പ്രൈസ് ഫോർ എക്സാമ്പിൾ നമ്മൾ വിൽക്കുന്നത് 5 റിയാലിനാണ്. ഹോൾസെയിൽ നമുക്കിപ്പോൾ ഒരു 4.5 ഇടാം. ഓക്കെ, നമുക്കിപ്പോൾ ഒരു 10 പീസ് സ്റ്റോക്ക് ഉണ്ട്. മിനിമം സ്റ്റോക്ക് നമ്മൾ ഒരു പീസ്. മിനിമം സ്റ്റോക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മിനിമം സ്റ്റോക്കിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി സോഫ്റ്റ്വെയർ അലേർട്ട് തരും. അപ്പോൾ സോഫ്റ്റ്വെയർ അലേർട്ട് തരും ഒരു സ്റ്റോക്ക് ഫിനിഷ് ആകാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ 2 ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ 2 പീസ് നമ്മുടെ സോഫ്റ്റ്വെയർ അലേർട്ട് തരും. അപ്പോൾ നമുക്കിവിടെ പീസസിലിടാം. ഇവിടെ നമുക്ക് ബോക്സിലാണ് നമ്മൾ ഇത് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോക്സ് ഇവിടെ യൂണിറ്റ് ആക്കി ആഡ് ചെയ്യുക. അണ്ട് അതർ യൂണിറ്റ് പീസസ് ആക്കി ഇടുക. എന്നിട്ട് ഇവിടെ യൂണിറ്റ് കൺവേർഷൻ നമുക്ക് ഇടേണ്ടി വരും. ഇവിടെ നമുക്കിപ്പോൾ ഞാനിപ്പോൾ ബോക്സ് ഇടണമെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് കണ്ടില്ലേ, നമുക്കിവിടെ ഇപ്പോൾ ബാഗിലും പീസസിലും ആയിട്ട് ഞാനിവിടെ സെറ്റ് ചെയ്തെന്ന് വെച്ചു എക്സാമ്പിൾ. അപ്പോൾ ഇവിടെ തന്നെ യൂണിറ്റ് കൺവേർഷൻ എനേബിൾ ആയി വരും. ഇപ്പോൾ ഒരു ബാഗിനകത്ത് 1, 2, 3, 4, 5 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 5 ഇടാം. അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൂടി ഇതിനകത്തുണ്ട്, യൂണിറ്റ് കൺവേർഷൻ. ഞാനിപ്പോൾ യൂണിറ്റ് കൺവേർഷൻ ഉപയോഗിക്കുന്നില്ല, സിംഗിൾ പീസസിൻ്റെയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സീത ഡയറക്റ്റ്ലി പീസസ് കിട്ടും. അപ്പോൾ ഇവിടെ യൂണിറ്റ് കൺവേർഷൻ്റെ ഓപ്ഷൻ ഡിസേബിൾ ആയി. കണ്ടോ, ഡയറക്റ്റ്ലി 1 പീസ് ഡിഫോൾട്ട് ക്വാണ്ടിറ്റി വന്നു. ഇനി നമുക്ക് വാറ്റ് പെർസെൻറ്റേജ് ഇടാം. അവിടെ ഞാനിപ്പോൾ 15% ആണ് ഇട്ടത് വാറ്റ്. നമുക്കിവിടെ ഏതെങ്കിലും എക്സ്ട്രാ ഏതെങ്കിലും പെർസെൻറ്റേജുകൾ ആഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ 10% ആഡ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, സേവ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ 10% ഉണ്ടോ വന്നു കഴിഞ്ഞു. ഏത് പെർസെൻറ്റേജ് വേണമെങ്കിലും നമുക്കിവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിത് ഡയറക്റ്റ്ലി ഇവിടെ സേവ് ചെയ്യാം. ഈ പ്രോഡക്റ്റ് സേവ് ചെയ്യും, സക്സസ്ഫുള്ളി സേവ്ഡ്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ബാർകോഡ് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ബാർകോഡ് തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാമായിരുന്നു. ഇത് കാരണം ഇത് നമുക്കുണ്ടല്ലേ ഇൻബിൽഡ് ബാർകോഡ്, ഇത് തന്നെ ഉപയോഗിക്കാമായിരുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയതായിട്ടൊരു ബാർകോഡ് ജനറേറ്റ് ചെയ്ത് ഒട്ടിക്കാം. 2 ഓപ്ഷനും ഉണ്ട്. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് കൂടി ഞാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ആഡ് പ്രൊഡക്റ്റിൽ ഒന്നുകൂടി ചെല്ലുക. ആഡ് പ്രൊഡക്റ്റ്, നമ്മളിപ്പോൾ ആഡ് ചെയ്ത പ്രൊഡക്റ്റ് ഒന്നുകൂടി ഗെറ്റ് ഡേറ്റ എടുക്കുക. കണ്ടില്ലേ, ഗെറ്റ് ഡേറ്റ എടുക്കുക. എന്നിട്ട് ഷോ ഓൾ പ്രൊഡക്ട്സ്. നമ്മളിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ ആഡ് ചെയ്തത് 7 ഇത്. അപ്പോൾ ഇവിടെ ഒരു ബാർകോഡ് ഓട്ടോമാറ്റിക്കായിട്ട് കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ മാറ്റിയിട്ട് ഇവിടെ അങ്ങ് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ബാർകോഡ് അങ്ങോട്ട് സ്കാൻ ചെയ്യുന്നു. ഇപ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഇൻബിൽഡ് ആയിട്ടുള്ള ബാർകോഡ് തന്നെ സ്കാൻ ചെയ്ത് നമുക്ക് സെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിത് സേവ് ചെയ്യാം. അപ്ഡേറ്റ് ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ അപ്ഡേറ്റ്.
ഇപ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പുതിയതായിട്ട് ഇതിനകത്തുള്ള ബാർക്കോഡ് ക്രിയേറ്റ് ചെയ്ത് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. തെർമൽ പ്രിൻ്ററിൽ ഇതിനകത്തുള്ള ബാർക്കോഡ് തന്നെ ഉപയോഗിക്കാം. സപ്പോസ് ബാർക്കോഡ് ഇല്ലാത്ത പ്രൊഡക്റ്റുകൾക്കാണെങ്കിൽ അവിടെ ഓൾറെഡി ഇൻബിറ്റ് ആയിട്ട് വന്ന ബാർക്കോഡുകൾ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സെയിൽ എൻട്രിയിൽ ഒന്ന് പോയി നോക്കാം. സെയിൽ എൻട്രി കണ്ടില്ലേ, നമ്മൾ ഇവിടെ എങ്ങനെ വെച്ചിട്ട് നമ്മളിപ്പോൾ ജസ്റ്റ് ആഡ് ചെയ്തതിലുള്ള ഈ പ്രൊഡക്റ്റ് നമുക്കതൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. കണ്ടോ, ആ പ്രൊഡക്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. നമുക്ക് എന്ത് ചെയ്യാം, F12 എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. കണ്ടോ, അതിനുശേഷം F2 എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് ഇൻവോയ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആയി. കണ്ടില്ലേ, നമ്മളതിൻ്റെ പാർട്ട് നമ്പർ എൻ്റർ ചെയ്തില്ലായിരുന്നു. കണ്ടോ, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പേര് ഞാനൊന്ന് സൂം ചെയ്യാം. കണ്ടില്ലേ, സബൂൺ പെർഫെക്റ്റ്ലി അത് വരും. അപ്പം അറബിക്ക് അറിയാവുന്ന ആൾക്കാർ അത് കൂടുതലൊന്നുകൂടി പരിചയപ്പെട്ടാൽ നന്നായിരിക്കും. അപ്പോൾ ഇതിൻ്റെ 5 റിയാലാണ് നമ്മളിപ്പോൾ സബൂൺ വിറ്റിരിക്കുന്നത്. ഈ ഇപ്പോൾ നമുക്കിപ്പോൾ ടോട്ടൽ 5 റിയാൽ. ഇതിനകത്ത് നമുക്ക് ഇൻക്ലൂസീവ് ടാക്സ് സിസ്റ്റം ഉണ്ട്, എക്സ്ക്ലൂസീവ് ടാക്സ് സിസ്റ്റം ഉണ്ട്. ഇത് നമുക്കിപ്പോൾ 5 റിയാൽ എന്ന് പറഞ്ഞപ്പോൾ ആ 5 റിയാലിൽ നിന്ന് പിന്നോട്ടാണ് വന്നിരിക്കുന്നത്. മനസ്സിലായില്ല. ഇപ്പം നമുക്ക് എക്സ്ക്ലൂസീവ് ടാക്സ് ഇട്ട് കഴിഞ്ഞാൽ 5 റിയാൽ പ്ലസ് 15% GST അങ്ങനത്തെ സെറ്റിങ്സും ഇതിനകത്ത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഈ സോഫ്റ്റ്വെയറിനകത്തുണ്ട്. ഇപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യം, ഈ 5 റിയാലിന് ഇപ്പോൾ ഒരു കച്ചവടം നടന്നല്ലോ, അത് നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയണം. 2530 ആയിരുന്നു ആദ്യം, ഇപ്പോൾ 5 റിയാലോട് സെയിലായി 2535 രൂപയായി. ഈ എമൗണ്ട് നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. നമുക്ക് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ കൂടി ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് അത് നമുക്ക് ഇൻഫർമേഷൻ എവറി 5 to 7 സെക്കൻഡ്സ് ഇതിങ്ങനെ സിങ്ക് ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ ഈ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഇതിന് നമ്മുടെ സോഫ്റ്റ്വെയറിൽ നിന്നാണ് ഡേറ്റാസ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ സിങ്ക് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയും നമ്മൾ കണ്ടല്ലോ. ഇത് നമ്മൾ വേറൊരു പ്രോഡക്റ്റ് എടുത്തിട്ട് നമുക്ക് ഫോർ എക്സാമ്പിൾ അതിന് ബാർകോഡ് ഇല്ലെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഈ ബാർകോഡ് ഇല്ലാത്ത പ്രൊഡക്റ്റുകൾക്ക് ഇങ്ങനെയുള്ള ബാർകോഡ് ഉണ്ടാക്കി ഒട്ടിച്ച് സെയിൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഒരു ഓയിലാണ്, ഇതിനകത്ത് ബാർകോഡ് ഇല്ലെന്ന് വിചാരിക്കുക. കണ്ടോ, എങ്ങനെയാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് പ്രൊഡക്റ്റിൽ ഇവിടെ തന്നെ ആഡ് ചെയ്യാം. നമുക്ക് F7 കുത്തിയാൽ മതി കീബോർഡിൽ, അപ്പോൾ തന്നെ വരും അത്. ഇതിൻ്റെ പേര് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ. നമുക്ക് അറബിക്കിൽ തന്നെ അടിച്ചു കളയാം. EXTRA ഒലിവ് OLIV ഓയിൽ. കണ്ടോ, എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്തു. ഇത് കാറ്റഗറി ജനറൽ കാറ്റഗറി തന്നെ ഇട്ടു. നമുക്ക് കാറ്റഗറി മാറ്റണമെങ്കിൽ മാറ്റാം. കണ്ടോ, ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 10 റിയാലാണ് പർച്ചേസ് പ്രൈസ്. നമ്മൾ 20 രൂപയ്ക്ക് വിൽക്കുന്നു. റീറ്റെയിൽ പ്രൈസ് നമുക്ക് MRP 20 രൂപ, റീറ്റെയിൽ പ്രൈസ് നമുക്കൊരു 19 രൂപ ഇടാം. പിന്നെ ഹോൾസെയിൽ പ്രൈസ് ഒരു 18 രൂപ ഇടാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇത് ഫോർ എക്സാമ്പിൾ 10 പീസുള്ളതെന്ന് വയ്ക്കുക. മിനിമം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 2 പീസ്, 1 പീസ് വട്ടവർ. ഇപ്പം നമുക്ക് ഇതിനകത്ത് കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് ബാർകോഡ് ജനറേറ്റ് ആയി. ഈ ബാർകോഡ് തന്നെ നമ്മൾ ഉപയോഗിക്കാൻ പോവുക. കണ്ടോണം. അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് ബാർകോഡ് മാറ്റം വരുത്തുന്നില്ല. കണ്ടോ, ഇവിടെ ബാർകോഡ് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ആണ്, അതിൽ നമ്മൾ യാതൊരു മാറ്റവും വരുത്തുന്നില്ല. ജസ്റ്റ് ഇവിടെ കൊണ്ടുപോയി സേവ് ബട്ടൺ അടിക്കുക. സേവ് ബട്ടൺ അടിച്ചു. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിനകത്ത് ബാർകോഡ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിവിടെ ചെല്ലുക, ബാർകോഡ്. കണ്ടോ, ബാർകോഡിൽ ക്ലിക്ക് ചെയ്യുക, ജനറൽ ബാർകോഡ്. അപ്പോൾ നമുക്ക് ഏറ്റവും അടിയിൽ കാണാൻ സാധിക്കും. അല്ല, ഇതെല്ലാം അൺടിക്ക് ചെയ്തേക്ക്. ഇതിനകത്ത് ഫോർ എക്സാമ്പിൾ നമുക്കൊരു 5 പീസ് അല്ലെങ്കിൽ ഒരു 6 പീസ് സ്റ്റിക്കർ വേണം. ഫോർ എക്സാമ്പിൾ 10 പീസ് നമ്മൾ എത്രയാണ് അടിക്കുന്നത് വെച്ചാൽ അത്ര നമ്പർ ഓഫ് കോപ്പീസ് ഇവിടെ വരും. കണ്ടില്ലേ? ഇനി നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റുകൾ ഇവിടെ കാണാൻ സാധിക്കും. കണ്ടില്ലേ, റൈറ്റ് സൈഡിൽ. ഇനി നമ്മളിപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റാണ് ഓപ്പൺ ചെയ്തത്. നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റുകളുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു പ്രിൻ്ററിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോൾ TSC 244 സെലക്ട് ചെയ്തു, അപ്ലൈ ചെയ്തു, ഓക്കെ ചെയ്തു. അപ്പോൾ ഇവിടെ പ്രിൻ്റ് വരും. കണ്ടില്ല, ഞാനതൊന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാം. കണ്ടില്ല, അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് കാണുന്നില്ലേ? പ്രൈസും 20 രൂപയും MRP കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇവിടെ നമ്മൾ ഒട്ടിച്ചു. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഒട്ടിച്ചു. അതിനുശേഷം നമുക്ക് ഇതുപോലെ നമുക്ക് എല്ലാ പ്രൊഡക്റ്റിലും ഒട്ടിക്കാം. നമ്മുടെ എല്ലാ പ്രൊഡക്റ്റിലും ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിലായിട്ട് വേണ്ടി ഒട്ടിക്കാം. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഒട്ടിച്ചു.
അതിനുശേഷം നമ്മളത് ഷോക്കേസ് ചെയ്ത് വെക്കുകയാണ്. ഏതെങ്കിലും ഒരു കസ്റ്റമർ ഒന്ന് വാങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്കത് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. ഏതെങ്കിലും ഒരു കസ്റ്റമർ വന്ന് ഏതെങ്കിലും ഒരു പീസ് ഓർഡർ വേണം. അപ്പോൾ നമ്മളിപ്പോൾ F1 കുത്തിയാൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് സെയിൽ പാനൽ ഓപ്പൺ ആയി വരും. കീബോർഡിൽ നമ്മളിപ്പോൾ സിംപ്ലിഫൈഡ് ടാക്സ് ഇൻവോയ്സ് ഉണ്ട്. 2 ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. സിംപ്ലിഫൈഡ് ടാക്സ് ഇൻവോയ്സ് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ഈ ബാർകോഡ് ഒന്ന് സ്കാൻ ചെയ്യണം. കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് ആ പ്രൊഡക്റ്റ് താഴത്ത് വന്നു കഴിഞ്ഞു. കണ്ടില്ലേ? അങ്ങനെ എത്രയോ പ്രൊഡക്റ്റുകളുണ്ടെങ്കിൽ എല്ലാ പ്രൊഡക്റ്റും അവിടെ തന്നെ വരും. നമുക്കിപ്പോൾ നമ്മൾ ആദ്യം എടുത്ത പ്രൊഡക്റ്റ് നമുക്കൊന്ന് കണ്ടില്ലേ? ഇതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോപ്പിൻ്റെ ഒക്കെ ഒരു കാര്യം വെച്ചാൽ എല്ലാ ബാർകോഡുകളും സെയിം നമ്പർ തന്നെയാണ്. അത് ഞാനൊന്ന് ഷെയർ ചെയ്തേക്കാം ഇൻഫർമേഷൻ കൂടി. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ബാർകോഡ്, അതാണ് ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രത്യേകത. ഈ ബാർകോഡിൻ്റെ നമ്പർ ഉണ്ടല്ലോ, ഈ ബാർകോഡിൻ്റെ ഈ നമ്പറും ഈ നമ്പറും ഒക്കെ സെയിം ആണ്. ഇപ്പം ഈ ഒരു പാക്കറ്റിനകത്തുള്ള ബാർകോഡിന് മാത്രമല്ല സെയിം, ഈ ഒരു ലോട്ട് മെയ്ഡ് ചെയ്തതിൻ്റെ എല്ലാത്തിൻ്റെയും നമ്പർ സെയിം ആയിരിക്കും. അപ്പം നമ്മളിപ്പോൾ ഇത്തരം ഒരു 1000 ബോക്സ് സോപ്പ് മേടിച്ചെങ്കിൽ 1000 ബോക്സ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഈ ബാർകോഡ് സെയിം ആയിരിക്കും, മാറ്റില്ല. അപ്പം മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളത് സ്കാൻ ചെയ്തു. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഒന്ന് ഇൻവോയ്സ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഒരു മിനിറ്റ്, നമുക്ക് ഇനി ഇൻവോയ്സ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് F12 എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം F2 ഒന്ന് ക്ലിക്ക് ചെയ്യുക. കീബോർഡിൽ തന്നെ F2, അതിനുശേഷം എൻ്റർ കൊടുക്കുക. കണ്ടോ, ഇൻവോയ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആയി. 19 റിയാൽ പ്ലസ് 5 റിയാൽ. കണ്ടില്ലേ? ബ്യൂട്ടിഫുൾ ഇൻവോയ്സ് ക്രിയേറ്റ് ആയി. അതിനകത്ത് നമുക്കിവിടെ പേരും കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. പ്രൊഡക്റ്റിൻ്റെ പേര്, പാർട്ട് നമ്പർ. ഇതിനകത്ത് എന്തെങ്കിലും എഡിറ്റിംഗ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് അതും ചെയ്തെടുക്കാവുന്നുള്ളൂ, നോ പ്രോബ്ലം. ഇനി നമുക്ക് ഇത് ഇൻവോയ്സ് നമ്മൾ പ്രിൻ്റ് എടുക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇൻവോയ്സ് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തു. പ്രിൻ്റിൻ്റെ ഓപ്ഷൻ നമ്മൾ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ നമുക്കിവിടെ കണ്ടോ എമൗണ്ട് പിന്നെ മാറി. ടുഡേസ് ടോട്ടൽ സെയിൽ എമൗണ്ട് 2559. ഇത് സെയിം നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടോ? കണ്ടില്ലേ? നമ്മൾ ഓണാക്കി വെക്കണോ അപ്ഡേറ്റ് ചെയ്യണോ ഒന്നും ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ആകും. അപ്പോൾ നമുക്കിങ്ങനെ ബാർകോഡുകൾ ക്രിയേറ്റ് ചെയ്യാനും ബില്ലുകൾ ക്രിയേറ്റ് ചെയ്യാനും എല്ലാം വളരെ ഈസി ആയിട്ട് സാധിക്കുന്നൊരു സോഫ്റ്റ്വെയറാണ് റെയിൻടെക് വാറ്റ് എഡിഷൻ ബില്ലിംഗ് സോഫ്റ്റ്വെയർ. അപ്പോൾ ഇതിനകത്ത് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ 1 by 1 ആയിട്ട് പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നതാണ് കണ്ടത്. ഇനിയിപ്പോൾ ബൾക്കായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ എക്സലിൽ കൂടി ഞാൻ ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് പ്രൊഡക്ട്സ്, നമുക്ക് ബൾക്കായിട്ട് പ്രൊഡക്റ്റുകൾ, ആയിരക്കണക്കിന് പ്രൊഡക്റ്റുകൾ ഇവിടെ ഒരു ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഒരുപാട് ലെങ്തി ആക്കി നിങ്ങൾക്ക് കണ്ടിരിക്കാൻ ബോർഡിക്കും. Thank you so much for watching this video. Thank you. Bye-bye.